Hi, hello, നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Redmi Note 11 സീരീസിനെ പറ്റിയാണ്. Redmi Note 11 സീരീസ് ചൈനീസ് മാർക്കറ്റിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം Redmi ചൈനീസ് മാർക്കറ്റിൽ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ എത്തിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് 2022 ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ഈ ഒരു 11 സീരീസ് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും റെഡ്മി ഇറക്കുന്ന പോലെ തന്നെ 3 വേരിയൻസ് ആണ് ഇറക്കിയിട്ടുള്ളത്. 11, 11 Pro, 11 Pro Plus എന്ന് പറയുന്ന 3 വേരിയൻസ് നമ്മൾ ട്രെൻഡിലൊക്കെ കണ്ടതാണ്. ഈ പ്രോ പ്ലസ് എന്ന് പറഞ്ഞ മോഡലായിരിക്കും ഇന്ത്യയിൽ പ്രോ മാക്സ് എന്ന രീതിയിൽ ഇറക്കാൻ പോകുന്നത്. 3 ഡിവൈസിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത ഹൈ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേസ് ഉണ്ട്. അതേപോലെ തന്നെ 3 ഡിവൈസിലും യൂസ് ചെയ്തിരിക്കുന്നത് MediaTekൻ്റെ പ്രോസസ്സറുകളാണ്. ഇതിനു മുമ്പ് Redmi 8 സീരീസിലാണ് MediaTekൻ്റെ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും വളരെയധികം വലിയൊരു അപ്ഡേറ്റ് ആണ് ഈ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെ പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബോക്സ് ഷേപ്പ്ഡ് ഡിസൈനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് iPhone 13 സീരീസിലും 12 സീരീസിലൊക്കെ കണ്ട പോലത്തെ ഒരു ഡിസൈന്. അതിൻ്റെ ബാക്ക് ബമ്പ് വളരെയധികം പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക് ബമ്പാണ് ഈ 11 സീരീസിൽ റെഡ്മി കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ ഹെഡ്ഫോൺ ജാക്ക് കാണാൻ സാധിക്കും, ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാൻ സാധിക്കും, ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. 11ലേക്ക് വരുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബാക്കാണ് വന്നിരിക്കുന്നത്. 11 പ്രോയിലും പ്രോ പ്ലസിലും നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. ഇനി കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഈ 3 സ്മാർട്ട് ഫോൺസിലും അവൈലബിൾ ആണ്. നോട്ട് 11ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 6.67 ഇഞ്ചിൻ്റെ 90 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ഇതിൽ വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTek Dimensity 810 ആണ്. ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 50 MP പ്ലസ് 8 MP ഒരു സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 16 MP ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് 5000 mAh ബാറ്ററി വിത്ത് 30 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. 11 പ്രോയിലും അതേപോലെ 11 പ്രോ പ്ലസിലേക്ക് വരുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഇതിൽ രണ്ടിലും നമുക്ക് 6.67 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണെന്ന് വരുന്നത്. 108+8+ ഒരു 2 MP മാക്രോ ആണ് വരുന്നത്. ഈ പ്രൈമറി ക്യാമറയിൽ സാംസങ്ങിൻ്റെ HM2 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സർ വരുന്നത് MediaTekൻ്റെ Dimensity 920 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഒരു 5G പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രോസസ്സർ കൂടിയാണ്. Redmi Note 10ലേക്ക് നോക്കുന്ന സമയത്ത് 10ൽ നിന്ന് നല്ല രീതിയിലൊരു അപ്ഗ്രേഡാണ് ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ളത്. ഇനി കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയിലാണ്. 11 പ്രോയിൽ നമുക്ക് 5160 mAh ബാറ്ററിയാണ് വരുന്നത്. അത് നമുക്ക് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ഇനി നമുക്ക് പ്രോ പ്ലസിലേക്ക് വരുന്ന സമയത്ത് 4500 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറുമാണ് വരുന്നത്. എന്തിനാണ് ഈ ഒരു 120 വാട്ടിലേക്ക്? എനിക്ക് തോന്നുന്നു റെഡ്മി ഇതുവരെ ഇന്ത്യയിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊണ്ടുവന്നിട്ടില്ല. അതായത് ഷവോമിയുടെ ഒരു ഡിവൈസിൽ നമുക്ക് 120 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കാണാൻ പറ്റില്ല. ഷവോമി കൊണ്ടുവന്നിട്ടുള്ളത് 67 വാട്ട് പോക്കോ F3 GTയിലാണെന്ന് തോന്നുന്നു. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് അവരുടെ ഏറ്റവും ഹയസ്റ്റ് ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഈ 120 വാട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 മിനിറ്റ് കൊണ്ട് ഫുള്ളി ഈ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ചാർജിങ് അവർ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. റിയൽമി ഇപ്പോൾ ഇറക്കുന്ന എല്ലാ സ്മാർട്ട് ഫോൺസിലും അവർ 65 വാട്ട് വരെയൊക്കെ ചാർജ്, അതേപോലെ 120 വാട്ട് അവർ വളരെ റീസണായിട്ട് ലോഞ്ച് ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കണം അവർ ഫാസ്റ്റ് ചാർജിങ്ങിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടറിയണം. കാരണം ഈ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോയും പ്രോ പ്ലസും തമ്മിൽ ഈ ഒരു 67 നിന്ന് 120 വാട്ടിൻ്റെ ഒരു അപ്ഗ്രേഡ് അത് മാത്രമാണ് കാര്യമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഏകദേശം സിമിലർ സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്പെസിഫിക്കേഷൻസും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് എക്സാക്റ്റ് ഞാൻ അത് കോപ്പി ചെയ്ത് പറയുന്നില്ല. ചൈനീസ് മാർക്കറ്റിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ വരുന്ന സമയത്ത് എന്തായാലും വ്യത്യാസം വരും. എന്നാൽ ഒരു റേഞ്ച് പറയാം. 11 എന്ന് പറയുന്നത് 10,000 to 15,000 ഉള്ളിലും, 11 പ്രോ എന്ന് പറയുന്നത് 15,000 to 20,000ലും, അതേപോലെ പ്രോ പ്ലസ് എന്ന് പറയുന്നത് 20,000 to 25,000 സെഗ്മെൻറ്റിലും ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഇതിൽ നമുക്ക് റാം LPDDR4X റാമും അതേപോലെ UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരാൻ സാധ്യതയുള്ള ഡിവൈസാണ് 11 സീരീസ്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാവുന്ന ഡിവൈസാണ്. ഇനി അവർ ചൈനീസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് MediaTek മാറ്റി സ്നാപ്ഡ്രാഗൺ കൊണ്ടുവരുമെന്നുള്ളതും അറിയില്ല. കാരണം ഇന്ത്യയിലെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം സ്നാപ്ഡ്രാഗൺ ആണ്.
ഇനി ചൈനീസിൽ ഈ ഒരു ഡിവൈസ് ലോഞ്ച് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്ര പെട്ടെന്ന് ലോഞ്ച് ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ റെഡ്മി നോട്ട് 10 സീരീസ് ഇന്ത്യയിൽ ഒരു വൻ വിജയമായിരുന്നു. എന്നാൽ ഇത് ചൈനീസിൽ അത്ര വൻ വിജയമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ചൈനീസിൽ അവർ പെട്ടെന്ന് 11 സീരീസ്, അതായത് 10ൽ നിന്നും കുറച്ചും കൂടി നല്ല അപ്ഗ്രേഡ് വരുത്തിയ ഒരു 11 സീരീസ് ആ ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് അവർ വിചാരിച്ചാണ് ഈ 11 സീരീസ് ചൈനീസിൽ പെട്ടെന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ 20,000 സെഗ്മെൻറ്റിൽ ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 10 Pro ആണ്. അതുകൊണ്ട് തന്നെ 11 സീരീസിൽ കുറച്ചും കൂടി ഒന്ന് അവർ അപ്ഗ്രേഡ് നടത്തി നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.